ഹായ്, അസ്സലാമു അലൈക്കും. നെയ്ച്ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പ്ലെയിൻ റൈസിൻ്റെ കൂടെയും എന്നാൽ സ്റ്റാർട്ടറായിട്ടും കഴിക്കാൻ പറ്റുന്ന ചിക്കൻ്റെ ഒരു അടിപൊളി ഡിഷാണ് ഞാൻ ഇന്നെൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ ഡിഷ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇത് മാരിനേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ സോയാ സോസും കുറച്ച് ഉപ്പും കുറച്ച് ഒറിഗാനോയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ടൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാരിനേഷൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടി ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഗാർലിക് പൗഡറും ചേർക്കാം. ഇനി ഈ ഡിഷിന് വേണ്ടിയിട്ട് നമുക്കൊരു സോസ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വറ്റൽമുളക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വറ്റൽമുളകും കുറച്ച് വെളുത്തുള്ളിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി കൂടി കട്ട് ചെയ്ത് ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ സോസ് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന സോസ് ഇട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് തക്കാളി ചേർത്തത് കൊണ്ടാണ്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കാം. ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഡിഷ് ഇത്രയും പാടില്ലാതെ ഉണ്ടാക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ നിന്ന് സ്വീറ്റ് ചില്ലി സോസ് വാങ്ങിച്ചാൽ മതിയാകും. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കുറച്ച് ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ചേർക്കാതിരിക്കരുത്. മുട്ട ചേർക്കുന്നതാണ് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ തരുന്നത്. ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ എടുത്ത് അതിലേക്ക് മാറ്റി വയ്ക്കാം. എണ്ണ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം നമ്മുടെ ഡിഷ് തയ്യാറാക്കാൻ വേണ്ടി. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് മുഴുവനായിട്ട് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റോടൊപ്പം കുറച്ച് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്താൽ മതി. ഇനി നമുക്ക് മെയിനായിട്ട് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് മയനൈസ് ആണ്. ഈ മയനൈസ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ്. മയനൈസ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മയനൈസും ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. 4 ടേബിൾ സ്പൂൺ മയനൈസ് വരെ ചേർക്കാം. പിന്നെ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ ചിക്കൻ ഡൈനാമൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ പ്ലെയിൻ റൈസിൻ്റെ കൂടിയാണ് ഇത് സെർവ് ചെയ്യുന്നത്.
ഞാനിത് കുറച്ച് വെളുത്ത എള്ള് വെച്ച് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.